ക്ലീറ്റോ എന്തൊരു വിഷമം പോലെ. എനിക്കോ? എന്ത് വിഷമം? നാക്കിന്റെ ചൊറിയാൻ ആരും ഇല്ലാഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ടല്ലേ. അവിടെ നിന്ന് എല്ലാരും തല്ലി പറഞ്ഞു വിടുമ്പോ ആലോചിക്കണം. എന്നാ നീ അങ്ങ് ഊഹിച്ചെടുത്തല്ലേ? ഞാൻ അതൊന്നുമല്ല, ഞാൻ വേറെ പുതിയ പദ്ധതികൾ ആലോചിച്ചോണ്ടിരിക്കുക. എന്ത്? ഞാൻ കുറെ പുതിയ ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. വീട്ടിലോട്ട് നോക്കി ആലോചിക്കുന്ന അകത്ത് വന്നിരുന്ന് ആലോചിക്കും. അവിടെ ഒന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കാനും പറ്റില്ലേ? അവിടെ നിന്ന് ശല്യം സഹിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത്. പിന്നെ ഉടനെ ഇങ്ങ് വന്നേക്കെ എന്നെ ശല്യം ചെയ്യാനായിട്ട്. മനുഷ്യന് സ്വസ്ഥമായിട്ട് ഒരിടത്ത് നിന്ന് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ലാന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു രീതിയിലും ഒരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. വീട്ടിനകത്തും ഇല്ല, പുറത്തിറങ്ങിയാലും ഇല്ല. ഞാനിപ്പോ എന്താ പറഞ്ഞ? പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? നിനക്ക് അടുക്കളയിൽ പണിയെല്ലാം തീർന്ന നീ ഒന്നും ചെയ്യാനില്ലേ? എന്നാ ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിക്കും. ഓണം കിട്ടുന്നവരുടെ കാര്യം സമ്മേളനം ഒരു സമയമായി വരെയാണ് കളിക്കുന്നത്. നിങ്ങളൊക്കെ കൂടെ ഇങ്ങനെ പിരിവ് എടുത്ത് റെസിപ്റ്റ് കൊണ്ട് അടക്കം ഭയങ്കര ഉത്സാഹമാണ്. പൈസ പിരിച്ചെടുക്കാൻ ആർക്കും ഒരു താല്പര്യമില്ല. നീ പിരിച്ച പൈസ കൊണ്ട് കൊടുക്കാത്ത എന്ത്? അതിന് കൂടെ കൊടുക്കും എന്നാ? പിന്നെ ഇറങ്ങാം. അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അറായ നല്ല 2 പണിക്കാരെ വേണം എനിക്ക്. പണിക്കാരൻ? നമ്മളെ വീട് അത്യാവശ്യമായിട്ടൊന്ന് വൃത്തിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല എന്തല്ലേ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. കനകം വരുന്ന ഇടേ അതൊക്കെ പിന്നത്തെ വിഷയം. അതൊക്കെ ഇനിയിപ്പോൾ കാണാൻ പോണ പോലും നിങ്ങളെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അത് വൃത്തിയാക്കാനായിട്ട് ആൾ വേണം. ആരുണ്ട് നമ്മുടെ? എന്റെ അറിവില് 2 പണിക്കാരുണ്ട്. നിന്റെ അറിവിൽ 2 പണിക്കാരേ ഉള്ളൂ? ഇല്ല, വേറെ പണിക്കാരുണ്ട്. പക്ഷെ ഇവര് മിടുക്കന്മാരാണ്. നല്ല പണി, ഹാർഡ് വർക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടാ? നിന്നെ പോലെ ഹാർഡ് വർക്കിംഗ് ആണാ? എപ്പോഴും 24 മണിക്കൂറും ഒരു സമയം റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന പണിക്കാരാണ്. അത് നീ അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ ഒരു പിരിവ് എന്തെങ്കിലും ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ്. നിനക്ക് എപ്പോഴും തീറ്റയും കുടിക്കുക. അങ്ങനത്തെ ആള് വേണ്ട നമുക്ക്. ജോലി ചെയ്യണം. ശരീരമാണെങ്കിൽ ജോലി ചെയ്യണം, അത് വൃത്തിയാക്കണം. ശരീരമാണെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ഒരു കാര്യം, അവര് ജോലിയൊക്കെ വേണം ഇച്ചിരി ഓവർ ടൈമോ കൂടുതലൊക്കെ ചെയ്തോണ്ട് ശമ്പളം നമ്മളൊരു 1000-600 രൂപ വെച്ച് കൊടുക്കാം. മതിയാ? മതി. എന്നാ പിന്നെ വരാൻ പറയോ അവരെ? அதெல்லாம் வையங்க. இதெல்லாம் நல்லா கிளீனா அடிக்கணும். இங்கெல்லாம் பொடி வேற நிறைய இருக்கு. ஃபுல்லா அடிக்கணுமா? ஃபுல்லா அடி. கூப்பிடுங்க. சேச்சி, ஸ்டூலு அப்புறமா ஒரு ஏணி இருந்தா கொடுங்க. എന്തിന്? இதெல்லாம் க்ளீன் பண்ணணும் சேச்சி. இதோ? ஆரு പറഞ്ഞു? நடராஜ் சார் சொன்னாங்க. அர்ஜென்ட்டா இங்க வர சொன்னாங்க. അയ്യോ, നടരാജന്റെ വീട് ജംഗ്ഷന്റെ അവിടുന്ന് ഇടത്തോട്ട് പോണതല്ലേ? ക്ലീറ്റോ സാറ് വീട്ടിൽ വര சொன்னாங்க. നടരാജൻ? അത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോഴേ മാറിപ്പോയതായിരിക്കും. നടരാജന്റെ വീട്ടിലോട്ടായിരിക്കും ചെല്ലാൻ പറഞ്ഞത്. ഇല്ല ചേച്ചി, ഇല്ല, ഇങ്ങത്താൻ വര சொன்னாங்க. ഇല്ല, ഇന്നിപ്പോ എന്തായാലും വേണ്ട. ക്ലീറ്റോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് പൊക്കോ. ചേച്ചി, வேற இடத்துல வேலை பண்ணிட்டு இருந்த மச்சான வாடா இங்க வேலை இருக்குன்னு கூட்டிட்டு வந்தேன். அதுக்கு வேற மாமனுக்கு ஆக்சிடென்ட் ஆகி ரொம்ப கஷ்டத்துல இருக்காங்க சொல்லி கூட்டிட்டு வந்தேன் சேச்சி. മാമൻ എന്നാ പറ്റി? ചേച്ചി പോയി சொல்றதில்ல ചേച്ചി. അതല്ല, ഇന്നിപ്പോഴേ ഇവിടെ പണി ഇത് പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല ചേട്ടാ. ചേച്ചി അർജന്റാ വര சொன்னாங்க ചേച്ചി. പിന്നെ എന്നത്തേക്ക്? ക്ലീറ്റോ എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. ഞാനൊന്ന് ക്ലീറ്റോനെ വിളിച്ചു നോക്കട്ടെ. കൊടുക്ക. നിങ്ങൾ നേരത്തെ വന്നാ? പിന്നെ നമുക്ക് ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രില്ല് നല്ല നീറ്റായിരിക്കണം. ഗ്രില്ലിന് വെള്ളയാക്കണം. ഗ്രില്ല് വെള്ളയാക്കി കൊടുക്കണേ. കറുപ്പ് വേണ്ട. കറുപ്പ് ഐശ്വര്യം ഇതല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഒരു കോട്ട് അടിച്ചാൽ മതിയല്ലോ. 2 കോട്ട് അടിക്കണോ സാർ? 2 കോട്ടിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. ശരിക്കും ഭംഗിയാവില്ല.
ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ നീ? കഴിച്ച എന്തെങ്കിലും? സാർ அந்த ഉപ്മാവ് തന്നെ സാർ. അതല്ല ക്ലീറ്റോ, എന്തിനാ വീട് പെയിന്റ് ചെയ്യണേ? എന്തിനാ വീട് എന്തിനാ പെയിന്റ് ചെയ്യണത്? വീട് വൃത്തിയായിരിക്കണ്ടേ? ഒരു വീടാവുമ്പോ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. ഈ അടച്ചിട്ടേക്കണ വീടോ? ഒരു കാര്യമില്ല, ഈ വീട്ടിൽ ആരും താമസിക്കണില്ല, നിങ്ങൾ ചെയ്യണ്ട പൊക്കോ. എന്നാലേ കാര്യമുണ്ട്. എന്ത് കാര്യം? പെയിന്റ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കെങ്കിലും വന്ന് താമസിക്കണമെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസായിട്ട് പ്രവർത്തിക്കണമെങ്കിലോ ഒക്കെ പ്രവർത്തിക്കാമല്ലോ. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയും. ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. എൻ്റെ പാർട്ടി ഓഫീസിൽ ഇച്ചിരി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഓഫീസ് ഇവിടെ ആക്കാൻ പോവുക. കുന്തം. കുന്തമല്ല, പാർട്ടി ഓഫീസ്. നടക്കൂല. നടക്കരുത്. എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറണം. അതിന് തന്നെയാണ് ഞാൻ ഇത്ര അടുത്താക്കിയത്. അതെല്ലേ? ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ നിങ്ങൾ പാർട്ടി ഓഫീസ് ആക്കാൻ വേണ്ടിട്ട് ഇവിടെ പെടാപ്പാട് വെട്ടതാണല്ലോ. കനകം വന്നാന്ന് എന്താ ചെയ്തത്? എല്ലാം കൂടി തൂത്തുവാരിയെ പറമ്പിലോട്ട് എറിഞ്ഞു. അതെ, ഒരു കൊല്ലം മുമ്പുള്ള പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. പാർട്ടിയുടെ വളർച്ച ഇപ്പൊ വലിയ പാർട്ടിയാണ്. നിങ്ങൾ വളരെയോ പിളരെയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഈ കുടുംബത്തിൽ ഇത് പറ്റൂല. ഞാൻ കനകനോട് പറഞ്ഞു കൊടുക്കും. ഓ, പിന്നെ കനകനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് ഭൂകമ്പുണ്ടോ? നീ പോകാൻ. അതെ, നമുക്ക് സാധനം മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ തന്ന ലിസ്റ്റ് അതില് നമുക്ക് ആദ്യം ഈ സൈഡ് തുടങ്ങാം. ഈ ചുവര് തങ്ക ചുമ്മാ വെറുതെ ഇരുന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം? ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ഇവിടെ ക്ലീറ്റോന്റെ പാർട്ടിയുടെ ആവശ്യത്തിന് ഇവിടെ നടക്കണം. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ. അതെ, ഇത് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഉപകാരമൊന്നും. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. നിനക്കറിയില്ല. സ്വന്തം അണ്ണാച്ചി, ഇത് വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. என்னக்கா நாங்க வேலை விட்டு வந்தது? வேலை விட்டு வந்தா ഞാൻ പറഞ്ഞിട്ടാണോ? പിന്നെ സാർ சொல்லி ഇങ്ങ പെയിന്റ് അടിக்கிறதுക്കാ കൂട്ടിട്ട് വന്നിട്ട് അവരെ മെനക്കെടുത്തരുത്. അവരില്ലാത്ത ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കാണ്. അവര് വേറെ പണിയുണ്ടായിരുന്ന കളഞ്ഞിട്ടാണ് വന്നേക്കണേ. ഞാൻ പറഞ്ഞോണ്ട് അടി മച്ചാ. എടുത്തടിക്കടാ. ഇവിടെ വെക്കാൻ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്. നീ എടുത്തടിക്കടാ. ഇവിടെ വെക്കാൻ. അക്കാ, ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ്. എടാ, എടുത്തടിക്കടാ. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ്. അവിടെ വെക്കണം. എന്നാ സാർ അടിക്കണമാ അടിക്കണ്ടയാ? എടാ, ഞാനല്ലേ നിങ്ങളെ വിളിച്ച പളനി ആടിയടാ. അവിടെ വെക്കാൻ. എടുത്തടിക്കടാ. വെക്കാൻ. തങ്കം സാർ എടുക്കടാ. എട് മച്ചാ. അക്കാ അക്കാ ബക്കറ്റ് മച്ചാ, ബക്കറ്റ് എല്ലാം പോച്ചു. എന്നക്കാ ഞാൻ പറഞ്ഞോ ഇവിടെ നടക്കൂലെന്ന്. അയ്യോ സാർ, ഇത് നടക്കില്ല. നീ ഇപ്പൊ കാണിച്ചിരിക്കണ എന്താണെന്നറിയാമോ തങ്കം? നീ ഇപ്പൊ എടുത്തറിഞ്ഞ ആരാന്നറിയാമോ? എന്നെയാണ് നീ വലിച്ചെറിഞ്ഞേക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ക്ലീറ്റോ. ഞാൻ ആദ്യമേ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞല്ലോ ഇവിടെ നടക്കൂല എന്നുള്ളത്. പിന്നെ ക്ലീറ്റോന് എന്താ അത്ര വാശി? നീ നോക്കിക്കോ തങ്ക. ഇവിടെ ഞാൻ കാണിച്ചു കാണും. അത് ഓർത്ത് എന്റെ ക്ലീറ്റോ മഞ്ഞ് കൊള്ളണ്ട. പിന്നെ അങ്ങനെ നിന്റെ ആഗ്രഹങ്ങൾ മാത്രം അങ്ങനെ സാധിക്കാൻ നീ വിചാരിക്കണ്ട. എന്റെ ആഗ്രഹങ്ങളാണോ ഇത്? എന്താ സാർ, അമ്മാവൻ செத்து போச்சுன்னு கூட்டிட்டு வந்தேன் சார். வேலை கூலியாவது கொடுங்க சார். വേല ചെയ്തില്ലല്ലോ சார். என்ன சார், எப்ப வந்தாலும் இப்படித்தானே சார் நீங்க பண்றது? ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണം. നിങ്ങൾ പോകാൻ നോക്കിക്കേ. ഇവിടെ പെയിന്റ് അടിയും കുന്തം ഒന്നും നടക്കാൻ പോണില്ല. ഓ അതെ, നിങ്ങൾ പൊക്കോ. சார் என்ன சார் இப்படி? വേലയെല്ലാം മുടിക്കാൻ നീ എന്നെ போலாம் வா. അവരെ അന്നുള്ള പൈസക്ക് ജീവിക്കണവരാണ് അവര്. ഞാൻ അങ്ങ് സഹിച്ച്. നീ നോക്കി ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ തീരുമാനം? ഇത് ആരോട് ചോദിക്കണ്ട? എനിക്കൂടെ അവകാശപ്പെട്ട സ്ഥലമാണ്. എന്നോട് ചോദിക്കണ്ട, കനകനോട് അമ്മേനോട് വിളിച്ചു ചോദിച്ചോ? അതൊന്നും നീ അറിയേണ്ട വിഷയമല്ല. ഞാനിത് ചെയ്യാമെന്ന് ഇത് ചെയ്തിരിക്കും. ഈ കുടുംബത്ത് ക്ലീറ്റോന്റെ കളികളൊന്നും നടക്കൂല. അവര് വരട്ടെ, ക്ലീറ്റോനെ നോക്കിക്കോ. ഞാൻ പാഠം പഠിപ്പിക്കാൻ പിന്നെ നീ എന്നെ അങ്ങ് പഠിപ്പിക്കാം. ഞാൻ യൂണിഫോം കൊണ്ട് വന്നിരിക്കാം നിനക്ക് പാഠം പഠിക്കാനായിട്ട്. കാണിച്ചാടി ഞാൻ ഓഫീസാക്കി എല്ലാം കഴിയുമ്പോ. എന്റെ കളി എന്റെ അടുത്ത് വേണ്ട കേട്ടാ തങ്ക. ഇതൊന്നും നല്ലതല്ല. കനകനോട് വരട്ടെ, ശരിയാക്കി തരാം ഞാൻ. പുതിയൊരു തീരുമാനം. പാർട്ടി ഓഫീസ് എന്റെ അച്ഛനിരിക്കുന്ന സ്ഥലമാ. ഹലോ, എന്തുവാ നടരാജ? ഞാൻ എപ്പോഴും വിളിക്കല്ലേ. ഒന്ന് ഫോൺ എടുക്കാൻ വയ്യേ? വേറെ കോള് സംസാരിച്ചോണ്ട് എൻ്റെ കോള് വരുമ്പോൾ അത് എടുക്കണ്ടേ? പിന്നെ നാളെ രാവിലെ അത്യാവശ്യമായിട്ട് നീ ഇവിടെ വരെ വരണം. ഇല്ല, നമുക്ക് അപ്പുറത്തെ അളിയൻ്റെ വീട് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇന്ന് വന്ന പണിക്കാരെ ഇവിടുത്തെ ലേബർ ഓഫീസർ പണി ചെയ്യാൻ സമ്മതിച്ചില്ല. ഓ അങ്ങനെ അവന്മാർ പോയി. ഇപ്പം നമുക്ക് ചെയ്യാമല്ലോ. നമ്മൾ ചെയ്യണതിന് ഒരു ഓഫീസർ ഇവിടെ തടയില്ല. നീ അതുകൊണ്ട് രാവിലെ ഇവിടെ എത്തണം.
നടുവേനെ നീ ഒരു കാര്യം ചെയ്യും, നീ കുനിഞ്ഞു നിന്നിട്ടൊന്നും ചെയ്യണ്ട. നിന്നിട്ട് നിനക്ക് മുകളിലോട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാമല്ലോ, അത് ചെയ്താൽ മതി. ആ രാവിലെ എത്തണം നടരായ. ആ ശരി. ഓ ലാ, 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 ലാ. ലാ, ലാ, ലാ. നാളെ ഞാനും നടരാജനും കൂടെ അപ്പുറത്തെ വീട് വൃത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ അതിനെ തടയാൻ ഇവിടെ ആരും വരില്ലല്ലോ. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യണം. അഭിപ്രായമൊന്നും ഇല്ലായിരിക്കും. എന്താ പൊട്ടയൊന്നുമല്ലല്ലോ, ഞാൻ പറഞ്ഞത് കേൾക്കാതെയൊന്നുമല്ലല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി വീണ അതിൽ അഭിപ്രായം പറയും. പിന്നെ അതിന് എതിരായി ഞാനും നടരാജനും കൂടെ ആ വീട് നാളെ വൃത്തിയാക്കും രാവിലെ. ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇടങ്കോലിടാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഓ ഓക്കോ കഴിഞ്ഞു. അല്ല കുറച്ചുകൂടെ ഉണ്ട്. അതും കൂടി കേക്കട്ടെ. ആ അതുകൂടെ കേക്കട്ടെ. നടക്കാത്ത കാര്യങ്ങൾ എന്തിനാ ക്ലീറ്റോ? അതിനൊക്കെ എന്തിനാ ഞാൻ അഭിപ്രായം പറയണേ? ഓ അങ്ങ് ഉറപ്പിച്ച് തീരുമാനിച്ചു നടക്കൂല അല്ലേ? നടക്കൂല. നടത്തി ഞാൻ കാണിച്ചു കാടി. നടക്കൂല. കനകനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലത് കിട്ടും ഈ പ്രാവശ്യം ഉണ്ടല്ലോ. അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ അങ്ങോട്ട് നിന്ന് മേടിച്ചോ, ഞാൻ ഇടയിൽ കയറൂല. ഓ അപ്പൊ എന്റെ കൈ സിനിമയ്ക്കൊന്നും പോകൂല. ഞാൻ ഇത്രയും നാളെ അളിയൻ എന്നുള്ള ഒരു പരിഗണനയിലാണ് മിണ്ടാകുന്നത്. ആലപ്പുഴ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പുതിയ ആളിനെ നോക്കിക്കോളാൻ പറയേണ്ടി വരും. പിന്നെ നിനക്കൊരു ആങ്ങളെയും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പാർട്ടിക്ക് ഇത്ര ദാരിദ്ര്യമാണെങ്കിലേ വഴിയിൽ വല്ല ഷെഡും വെച്ച് കിട്ടി അതിനകത്ത് മീറ്റിംഗ് നടത്താം. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ കാലാകാലത്തേക്കല്ല. ഇതിപ്പോ താൽക്കാലികം പാർട്ടി ഓഫീസിൽ ഇച്ചിരി പണി നടക്കണ്, മെയിൻ്റെനൻസ് നടക്കണോണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിട്ടല്ലേ ചോദിച്ചോളൂ. വേണ്ടെന്ന് ഞങ്ങൾ നീ തീരുമാനിക്കേണ്ട തങ്കം, അതെനിക്കറിയാം. ഞാനല്ല, ഞങ്ങളെ തീരുമാനിക്കണത്. ഇവിടെ പറ്റില്ല. ഞങ്ങളെ തീരുമാനിക്കാൻ എനിക്കും ഉണ്ട് അവകാശമൊക്കെ. എവിടെ? ഇവിടെയോ? പിന്നെ പാലാ പോയി പറ. പാലായിൽ ഇപ്പൊ പോകാൻ പറ്റില്ല, അവിടെ ഇച്ചിരി മഴയും വെള്ളപ്പൊക്കെ ഉണ്ട്. വെള്ളം ഒന്ന് താന്നിട്ട് ഞാൻ പോയി പറയാം കേട്ടാ. എന്താണെങ്കിലും ഈ പരിപ്പ് ഈ കലത്തിൽ വേഗൂല്ല. അതിന് പാകത്തിനുള്ള ഒരു കലം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ കലം കൊണ്ട് പാലായിക്ക് വിട്ടോ. ഓ പാലായിലേക്ക് കയറി കൂടുതൽ പിടിക്കണ്ട കേട്ടാ, അവിടെ വേറെ ആളുകളുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ ക്ലീറ്റോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പാർട്ടി മീറ്റിംഗ് നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഭയങ്കര കുടുംബമല്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ? പറയണ കേട്ടാ തോന്നും മറ്റേ ഏതോ വലിയ പ്രധാനമന്ത്രിയുടെ കുടുംബമാണെന്ന്. നാളെ പാർട്ടി ഓഫീസ് ഞങ്ങൾ ഇവിടെ പണിയെല്ലാം കഴിയും, വൈകിട്ട് ഉദ്ഘാടനം ചെയ്ത് കയറുകയും ചെയ്യും. ലഡു തരും, അപ്പൊ തിന്നോണം. എല്ലാത്തിന്റെയും കാലേ ഞാൻ അരിഞ്ഞിടും. എന്റെ അച്ഛന്റെ പേര് ഹവീൽദാരനാ. ഹവീൽദാർ ഇറച്ചി വെട്ടുകാരനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ ക്ലീറ്റോ ഇനി മുതൽ ചെറിയ കളികളില്ല, ഇനി എല്ലാം വലിയ കളികളാ. അത് മാത്രമേ ഇനി ക്ലീറ്റോ കളിക്കൂ. അത് കാണാൻ റെഡിയായിരുന്നോ? കളിച്ചാ തീട്ടി വീഴരുത്. ആ തോലെടുത്ത അടിയാണ് അങ്ങോട്ട്. നല്ലോണം അടിക്കും. ഒന്ന് കൊണ്ട് കളിക്കല്ലേ. ഓ ചാരി വയ്ക്കി. നീ അങ്ങനെ വെറുതെ വയ്ക്കാതെ വിചാരിക്കണടാ, നിന്നെക്കാളും വലിയ ആളുകളെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ചിട്ടുള്ളതാ. ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കണം. ഈ പാന്റ് ഷർട്ട് ഇട്ടാണ് ഇങ്ങനെയുള്ള ജോലിക്ക് വരണേ. അതിനല്ലേ ഞാൻ ഇത് കൊണ്ടുവന്ന പിന്നെ തോർത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ സംശയം ചോദിച്ചോട്ടെ, നിന്നെ പ്രസവിച്ചപ്പോഴേ ഈ പാന്റ് ഷർട്ട് ഇട്ടാണ് പ്രസവിച്ചത്? നിന്നെ ഇങ്ങനെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാര്യം നടന്നാ പോരെ. അത് കണ്ടില്ലേ? എടാ ഏണി വെക്കണത് എങ്ങനെയാടാ? തിരിച്ചു വേടാ. നീ അല്ലാതെ ഏണി വെക്കാൻ മെടുക്കാനാണല്ലോ. എടുത്തങ്ങോട്ട് അതല്ലടാ താഴെ വരേണ്ടത്. അത് ശരിയാണ് പറഞ്ഞണക്ക്. ഇതാ പറയാ, ഓരോ പണി അറിയാവുന്നവര് ചെയ്യണമെന്ന് മനസ്സിലായോ? അത് തന്നെ. പക്ഷെ പഠിച്ചിരിക്കണമല്ലോ. നടരാജോ കഴിക്കാനാ? നാരങ്ങ വെള്ളം ഇപ്പൊ രാവിലെ ഇപ്പൊ കഴിച്ചതാ? അപ്പൊ നീ കഴിച്ചിട്ടും കൊണ്ട് വന്നേ? അത് കുറച്ച് നേരത്തെ 2 പൊറോട്ടയും ബീഫും കഴിച്ചതാ. ആ ചൂലിങ്ങട്, ആ ചൂലിട്. മെല്ലെ കയറിക്കാണ്. ഞാൻ ഈ ഷൂസ് കുത്തിയിട്ടാ എനിക്ക് കയറാൻ പറ്റത്തില്ല. അളിയൻ കയറി. കഷ്ടം തന്നെ. നിന്നെ പിന്നെ കേരളി അങ്ങോട്ട് ഞാൻ ചൂലെടുത്ത് തരാം. കയറി പതുക്കെ കയറി. പിടിക്കണോ? അയ്യോ ഏണിയൊന്നും പിടിക്കണ്ട. നിന്നെക്കാളും വിശ്വാസം എനിക്ക് ഏണിയാ. നീ ചിലപ്പോ പറയാക്കൂല. അതെ നടരാജ. അയ്യോ നോക്കല്ലേ തറയെ നോക്കല്ലേ. വേണ്ട നീ മെല്ലെ, നീ തറയെ നോക്കാതെ നീ എവിടെ അങ്ങനെ ഇരിക്കും. കഷ്ടം. നടരാജ ഇങ്ങനെയല്ല, ഞാൻ അടിച്ച് കാണിച്ചു തരാം. വേണ്ട, ഇത് ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിച്ചാലേ ഈ അഴുക്ക് പോത്തോളൂ. മനസ്സിലായ? നിനക്ക് അടിച്ച് നന്നായിട്ട് അറിയില്ല. അപ്പൊ നീ നിനക്ക് എന്നെ കടിച്ചാ പോരാ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നേതാവിന്റെ ഏണി പിടിക്കും. അയ്യോ നേതാവിന് ഏണിയാ? വേണ്ട,
ഞാൻ സമാധാനമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ഏണിയ വിശ്വാസമാണ്. നിങ്ങൾ ആരും പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ചെയ്യും അങ്ങോട്ട്. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അറിഞ്ഞിരുന്ന ഒരു കയ്യിലെടുത്തോണ്ട് വരണ്ടേ. നടരാജ, ഈ അടുക്കളയിൽ ചെന്നിട്ടേ അടുക്കള ഭാഗത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കണം. വല്ലപ്പോഴൊക്കെ ഇച്ചിരി കട്ടനൊക്കെ ഇട്ട് കുടിക്കാനുള്ളതാ. ആ ശരി, അടുക്കള ക്ലീൻ ചെയ്യണം നമുക്ക് കേട്ടോ. എന്തിനാ അത് ശരി? വല്ല ചോറും കറിയൊക്കെ വെക്കാലോ വല്ലപ്പോഴും. ഇത് താൽക്കാലിക പാർട്ടി ഓഫീസാണ്, സ്ഥിരമായിട്ടല്ല. താൽക്കാലിക ആണെങ്കിൽ ഒരു സെറ്റപ്പ് ഉള്ളത് നല്ലല്ലേ അളിയാ? എന്തോന്ന് നിങ്ങൾക്ക് ആദ്യം കഞ്ഞിയും കറിയും വെച്ചിട്ട് പിന്നെ സ്ഥിരതാമസം ആക്കും അവിടെ. ഇവിടെ വല്ലപ്പോഴും വന്ന് ഉറന്ന് കിടക്കേണ്ടി വന്നാലോ? ഞാനേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടാ, മനഃപൂർവ്വം അവര് കണ്ണി കാണട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളോട് പറയാം. വന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങളോട് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാ. ആഹാ അമ്മേ, ഇവിടെ എന്താ നടന്നേന്ന് അറിയാമോ? നമ്മുടെ വീട് പാർട്ടി ഓഫീസ് കണ്ണു നിർത്തി കാണിക്കണ്ട. നമ്മുടെ വീട് ഇവർക്ക് പാർട്ടി ഓഫീസ് ആക്കണോന്ന്. ആ 2-3 ദിവസമായി എന്നെ നിലം തൊടിച്ചിട്ടില്ലേ ക്ലീറ്റോ. പറഞ്ഞാ വല്ല മനസ്സിലാവട്ടെ, ആരെയും പേടിയില്ല. എന്താണ് നീ കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കൊന്നും വേണ്ട, നല്ല ചീത്ത പറയാമേ. ക്ലീറ്റസേ, നിന്റെ തോന്നിയ എന്റെ വീട്ടിനകത്ത് പാടില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അമ്മാവൻ എന്താ മിണ്ടാതിരിക്കണ? നല്ല പറഞ്ഞ അമ്മാവൻ കൂടെ. നീ എന്ത് തോന്നിയാസട കാണിച്ച്? അവിടെ പറഞ്ഞാൽ എന്താ തെറ്റ്? 2 പണി അറിയാവുന്ന ആൾക്കാരെ വിളിച്ചതൊക്കെ വൃത്തിയാക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഒരു പണി അറിയാത്ത ഈ മാങ്ങാത്തൊലിയന്മാരെ വെച്ച് പഠിപ്പിക്കാനാണ് പറഞ്ഞു. പണി അറിയാന്നുള്ള 2 പേര് ഇന്നലെ വന്നു, പക്ഷെ തങ്ക സംഭവിച്ചില്ല അവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ. എന്താടി തങ്കം, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ? പിന്നെ എന്തിനാ നീ പണി അറിയാവുന്നവരെ ഓടിച്ചു വിട്ടത്? പാർട്ടി ഓഫീസ് ആക്കാനാ? പാർട്ടി ഓഫീസാ? മണ്ടൂസേ, ഈ വീട് ഇങ്ങനെ അടഞ്ഞു മൂടി കിടക്കുന്ന കണ്ടിട്ട് ഒരു വലിയ വിഷമം. കുറച്ച് നാളോട്ട് പറയാ അമ്മയും അമ്മാവനും കൂടെ ഇങ്ങോട്ടൊന്ന് താമസിക്കണമെന്ന്. എന്നാ പിന്നെ ഞങ്ങളും വിചാരിച്ചു ഇവിടെ ഒന്ന് താമസിക്കളയാന്ന്. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിട്ടാ ഇവൻ ഈ വീട് വൃത്തിയാക്കണേ. പിന്നെ അത് നിന്നോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. നമുക്കൊരു സർപ്രൈസ് തരാൻ. ഇനി മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങള് മാത്രല്ല, ഒരു മാസം കഴിഞ്ഞാൽ കനകനും ജമന്തി ഇങ്ങോട്ട് താമസം മാറാം. ഒരു മിനിറ്റ്. വേണ്ട